ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ മനോഹർ വലിയ സന്തോഷത്തോടു കൂടി ആ കതിർ മണ്ഡപത്തിൽ വന്നിരിക്കുക. അപ്പം മനോഹറിനെ കളിയാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ വരുണിൻ്റെ അച്ഛനും അതുപോലെ അവൻ്റെ കസിൻ ബ്രദറും ഒക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അതെ ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കല്യാണ മുഹൂർത്തമായി. ദേ വധു ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണല്ലോ. അല്ല, നിങ്ങൾ വധുവിനെ പോയി കണ്ടില്ലേന്ന് ശാരിയോട് നമ്മുടെ വരുണിൻ്റെ അച്ഛൻ ചോദിക്കുക. ആ, ഞാൻ കണ്ടായിരുന്നു, മോള് നല്ല സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത്, നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നല്ലോ ഇതുപോലെയുള്ളൊരു പയ്യൻ എൻ്റെ മോളുടെ ജീവിതത്തിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ വരുണിൻ്റെ അച്ഛൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം മനോഹരാണെങ്കിലും ഭയങ്കര നാണത്തോടു കൂടി അങ്ങനെ നോക്കിയിരിക്കുക. അപ്പം ഇനി എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മോൻ്റെയും മോളുടെയും കല്യാണം അത് നടന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇനി എനിക്ക് സമാധാനം ആകുള്ളൂ എന്നൊക്കെ വരുണിൻ്റെ അച്ഛൻ പറയുക. അപ്പോൾ ശരിക്കും വരുണിൻ്റെ കസിൻ അച്ഛനെ നോക്കിയിട്ട് ചിരിക്കുന്നൊക്കെയുണ്ട്. ഇവൻ ഇനിയിപ്പോൾ കണ്ടം വഴി ഓടുമല്ലോ, ഇവൻ ഇനി അധിക നേരം ഇവിടെ ആയുസില്ലല്ലോ. ജീവൻ മോനെ, ദേ നല്ല സുന്ദരനായിട്ട് അവിടെ അങ്ങനെ ഇരിക്കണോട്ടോ എന്ന് ആ അച്ഛൻ പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ജീവൻ നാണത്തോടു കൂടി ഇരിക്കുക. കുറച്ച് സമയം കഴിയുമ്പം ജീവൻ പോകുമെന്നുള്ളത് നമ്മുടെ ജീവൻ അറിയില്ലല്ലോ. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിൽ നമ്മുടെ വധു, അതായത് നമ്മുടെ വരുൺ പെൺവേഷം കെട്ടി വന്ദനയായിട്ട് അങ്ങ് വരിക. അപ്പോൾ വരുൺ ഭയങ്കര നാണത്തോടു കൂടി നമ്മുടെ വന്ദന കതിർ മണ്ഡപത്തിലേക്ക് എത്തുക. അവളുടെ അച്ഛൻ്റെ കൈയും പിടിച്ച് ആ ഒരു മണ്ഡപത്തിന് വലത്തിട്ട് അതിനുശേഷം നമ്മുടെ വരുൺ ചെറിയ നാണത്തോടു കൂടി മനോഹരനെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു. മനു ആണെങ്കിലോ വധുവിനെ കണ്ട സന്തോഷത്തിൽ അവളോട് പറയുന്നുണ്ട്, മോളെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു നാണത്തോടു കൂടി നമ്മുടെ മനോഹരനിട്ടൊരു തട്ടുമൊക്കെ കൊടുത്ത് വന്ദന അവിടെ അങ്ങനെ കുണുങ്ങിയിരിക്കുക. മനോഹരാണെങ്കിലോ വലിയ സന്തോഷത്തിൽ ഇന്നത്തോടു കൂടി എൻ്റെ ജീവിതം മാറി മറിയുമല്ലോ, എൻ്റെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ഭാഗ്യദേവതയാണ് എൻ്റെ പറ്റയിലിരിക്കുന്നതെന്നൊക്കെ അവൻ അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് വരുണിൻ്റെ അച്ഛൻ പറഞ്ഞു, ദേ മുഹൂർത്തത്തിനുള്ള സമയമായി, അങ്ങനെയാണെങ്കിൽ നമുക്ക് താലി കെട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ആ അച്ഛൻ തന്നെ അവിടെ ഇരുന്ന് ആ ഒരു താലി എടുത്ത് നമ്മുടെ മനോഹറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഈ താലി എടുത്ത് മനോഹര കയ്യിൽ പിടിച്ചതും നമ്മുടെ വരുണിൻ്റെ വക ഒരു ശബ്ദം, ഇതെവിടെ നിന്ന് വാങ്ങിച്ചതാ? ഇത് കേട്ടതും ആദ്യം മനോഹർ ഒന്ന് പകച്ചെങ്കിലും പിന്നീട് മനോഹർ ഒരു തവണ കൂടി നമ്മുടെ വരുണിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ, ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? ഇത് ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചതെന്നാണ് ചോദിച്ചത്. അങ്ങനെ മനോഹർ ഞെട്ടിത്തെറിഞ്ഞ് നിൽക്കുമ്പം ശാരി ആലോചിച്ചു, ദൈവമേ ഇതെന്താ ഇത്? ഇവൻ സംസാരിക്കുന്നുണ്ടല്ലോ, അതും ആണിൻ്റെ ശബ്ദത്തിലാണല്ലോ ഈ വന്ദനം സംസാരിക്കുന്നത്. അയ്യോ വന്ദനെ, നീ എപ്പോൾ മുതൽ സംസാരിക്കാൻ തുടങ്ങിയെന്ന് മനോഹർ ചോദിക്കുക. അപ്പം ഇത് മൊത്തം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ കല്യാണിയും കൂട്ടരും. അങ്ങനെ അവിടെ വലിയൊരു പരിപാടി, നമ്മുടെ മനോഹറിൻ്റെ വിവാഹ ദിവസം നല്ല രീതിയിൽ തന്നെ മനോഹറിനെ തിരിച്ചടിക്കാൻ വേണ്ടി ഇവരെല്ലാവരും അങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ മനോഹറാണെങ്കിലോ, എന്താ നീ എന്ന് മുതൽ സംസാരിക്കാൻ തുടങ്ങിയെന്ന് വന്ദനയോട് ചോദിച്ചു. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായല്ലോ. അപ്പോഴാണ് ശരിക്കും നമ്മുടെ മനോഹറിന് തൻ്റെ പറ്റയിലിരിക്കുന്നത് ആരാണ് എന്നുള്ള സത്യം മനസ്സിലാകുന്നത്. അവൻ താലി കെട്ടാൻ ഒരുങ്ങിയതും അവിടെ ഇരുന്ന കുങ്കുമത്തിൻ്റെ തട്ടെടുത്ത് നമ്മുടെ മനോഹറിൻ്റെ തലയ്ക്ക് നേരെ നോക്കി വന്ദന ഒരു ഏറങ്ങി എറിഞ്ഞു. ദേഹം മൊത്തവും കുങ്കുമമായ മനോഹറാണെങ്കിലോ അവിടെ നിന്ന് പതുക്കെ ചാടി എഴുന്നേറ്റിട്ട് വന്ദനയോട് ചോദിച്ചു, ഇതെന്താ വന്ദന ഇത്? അത് നിനക്ക് മനസ്സിലായില്ലേ? നിൻ്റെ ദേഹത്ത് കുങ്കുമമായി. ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ആലോചിച്ച് നിന്നതും, എടാ ഞാനേ വന്ദനയൊന്നും അല്ല, നീ ചതിച്ച പെൺപിള്ളേർ ഒരുപാടുണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടി കണക്ക് ചോദിക്കാൻ വന്ന അവരുടെയൊക്കെ ഒരു ആങ്ങളെയാടാ ഞാൻ. അപ്പം മനോഹർ ശരിക്കും അങ്ങ് ഞെട്ടി നിൽക്കുക. ശാരിയാണെങ്കിലോ, ദൈവമേ പണിയൊക്കെ പാളി, തൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഈ പെരിച്ചാഴി ഇറങ്ങി പോകുമെന്ന് വിചാരിച്ചിട്ട് ശാരിയാണെങ്കിലോ ഇപ്പം കാണുന്ന കാഴ്ച അവൻ്റെ ജീവിതത്തിൽ അതിലും വലിയൊരു ട്വിസ്റ്റ് നടക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ വരുണാണെങ്കിൽ നമ്മുടെ മനുവിനോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ ഭയങ്കര കഷ്ടപ്പാടാണ് ഈ സാധനമൊക്കെ തലയിൽ വെച്ച് നടക്കുന്നതേ. അങ്ങനെ നമ്മുടെ വരുൺ അവൻ്റെ തലയിൽ വെച്ചിരുന്ന ആ വിഗ് എടുത്ത് വലിച്ചൂരി. അതിനുശേഷം നമ്മുടെ മനോഹറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കണ്ടില്ലേ ഇപ്പം എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇതാടാ ഞാൻ. ദേ വരണേ, ഇനി അധികം സംസാരിച്ച് നിൽക്കാൻ സമയമില്ല കേട്ടോ.
വേഗം പോയി റെഡിയായിട്ട് വരാൻ കല്യാണി പറയുക. കല്യാണിയുടെയും ജുബാനയുടെയും അതുപോലെ നിഷയുടെയും ഒക്കെ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ മനോഹറാണെങ്കിൽ ശരിക്കും ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഇവളുമാരെല്ലാം കൂടി എന്നെ ട്രാപ്പിലാക്കിയതായിരുന്നല്ലേ. എന്തായാലും ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി. എടാ മനോഹര, നീ അവിടെ ഇരുന്നേ. ദേ, ഇപ്പോൾ ഇവിടെ നിന്ന് പോയത് ആരാണെന്ന് നിനക്കറിയാവോ? നീ ഒരുപാട് പെൺപിള്ളേരെ ടാർഗറ്റ് ചെയ്ത് ചതിക്കാൻ നോക്കിയിട്ടില്ലേ? അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയ നിതയുണ്ടല്ലോ, ആ നിതയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാ പോയത്. ഇത്രയും പ്രഗത്ഭനായിട്ടും ഇത്രയൊക്കെ പെൺപിള്ളേരുടെ പിന്നാലെ നടന്ന് കല്യാണം കഴിച്ചിട്ടും നിനക്ക് എന്തുകൊണ്ടാണ് അവനൊരാണാണെന്ന് കണ്ടെത്താൻ പറ്റാതിരുന്നത്? അപ്പോൾ നീ മണ്ടൻ തന്നെയാണ്. നിന്നെപ്പോലൊരു മണ്ടനെ ഈ ലോകത്തുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കല്യാണി മനോഹരൻ്റെ അടുത്തേക്ക് വരിക. അതെ, അവിടെ ഇരിക്കടാ. നിഷയാണെങ്കിൽ നല്ല കട്ട കലിപ്പില്ല. എടാ ദുഷ്ട, നീ ഒറ്റൊരുത്തൻ കാരണം എൻ്റെ ജീവിതം നശിച്ചു പോയത്. ഇപ്പോഴും ഞാൻ ഒരു മനുഷ്യനെ പോലും വിശ്വസിക്കാതെ വേറെ വിവാഹം പോലും കഴിക്കാതെ ജീവിക്കുന്നത് നീ ഒറ്റൊരുത്തൻ കാരണമായിരുന്നു എന്ന് നമ്മുടെ നിഷ പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ജുബാനയാണെങ്കിലോ, ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ, ഇരിക്കടാന്ന് പറഞ്ഞ് പെൺപിള്ളേരെല്ലാവരും കൂടി നമ്മുടെ മനോഹറിനെ വളയുക. മനോഹറാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നട്ടം തിരിയുന്ന അവസ്ഥ. അങ്ങനെ അവളുമാർ അവരുടെ കൈക്കരുത്ത് നമ്മുടെ മനോഹറിൻ്റെ ദേഹത്ത് തീർക്കുക. നല്ലപോലെ ഇടിയൊക്കെ കൊണ്ട് മനുവാണ് ചളുങ്ങിയിരിക്കുന്ന അവസ്ഥ. മനോഹറിന് നല്ല ദേഷ്യമുണ്ട്. അപ്പം ഇവരെല്ലാവരും കൂടി മനുവിനെ ടാർഗറ്റ് ചെയ്തതാണെന്നും നീ നിതയുടെ പിന്നാലെ നടക്കുന്ന സമയത്ത് തന്നെ നീ ആരാണെന്നുള്ള കാര്യം ഞങ്ങൾ നിതയെ അറിയിച്ചു. അങ്ങനെ അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വരുൺ നിൻ്റെ മുന്നിൽ പെൺവേഷം കെട്ടി വന്നത്. എന്തായാലും ആ കെണിയിൽ നീ വീണല്ലോ. ഇനി ഒരിക്കലും നീ ഒരു പെൺപിള്ളേരുടെ പിന്നാലെയും നടക്കരുത്. ഇത് നാട്ടുകാർ മൊത്തം കാണണം. നീ ഇങ്ങനെയുള്ള ഒരുത്തനാണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ കല്യാണി സംസാരിക്കുന്നതും. ഈ സമയമാണെങ്കിലോ നിതയുടെ അച്ഛനും അമ്മയും നമ്മുടെ വരുണിനെയും നിതയും കൂട്ടിയിട്ട് ആ മണ്ഡപത്തിലേക്ക് കടന്നു വരിക. അപ്പം നിതയെ കണ്ടതും മനോഹറിന് ഒന്നുകൂടി ടെൻഷനായി. ഈശ്വര, ഇതെന്താ ഇത്? താൻ എല്ലാവരും ചതിക്കപ്പെടുമായിരുന്നല്ലോ. ശാരിയാണെങ്കിൽ തലയൊക്കെ കുമ്പിട്ട് നിൽക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ വരുൺ എല്ലാവരുടെയും മുന്നിൽ തൊഴുതതിന് ശേഷം അവൻ ആ കതിർമണ്ഡപത്തിൽ കയറിയിരുന്നു. നിതയുടെ അച്ഛനാണെങ്കിലോ അവളുടെ കൈയും പിടിച്ച് ആ മണ്ഡപത്തിന് വലത്തിട്ടതിന് ശേഷം നിതയെ ആ മണ്ഡപത്തിൽ കയറ്റിയിരുത്തുക. ശരിക്കും നമ്മുടെ ചാരിക്കാണ് ഇവിടെ 8ൻ്റെ പണി കിട്ടിയിരിക്കുന്നത്. തൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് മനോഹർ എന്ന് പറയുന്ന ആ പെരിച്ചാഴി ഇറക്കി വിടാമെന്ന് വിചാരിച്ചിരുന്ന ശാരിക്കാണെങ്കിൽ ഇനി ഒരു കാരണം വെച്ചാലും ഇവൻ തൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോകില്ല എന്ന് മനസ്സിലായി നിൽക്കുന്ന അവസ്ഥ. ആ സമയം നമ്മുടെ വരുണിൻ്റെ അമ്മ പറഞ്ഞു, അതെ, നിങ്ങൾ എന്ത് വലിയ ചതിയെ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് അവനെ വിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാവപ്പെട്ട പെൺപിള്ളേരെ ചതിക്കാനായിട്ട് കൂട്ടുനിന്നില്ലേ? നിങ്ങൾക്ക് ഇതിനുള്ള ശിക്ഷ ദൈവം തരുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശാരിയെ ശപിക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ മനു അങ്ങനെ നോക്കി നിൽക്കുക. അപ്പം മനോഹറിന് നല്ല വിഷമമുണ്ട്. നീ ഇനി അങ്ങോട്ട് മാറി നിന്ന് ഈ കാഴ്ച അങ്ങോട്ട് കാണ്. അത് കൺകുളിരെ കാണണം കേട്ടോ. നീ കാരണം ചതിയിൽ വീഴാൻ പോയ ഒരു പാവം പെൺകുട്ടിയെ നിത, അവളുടെ കഴുത്തിൽ വരുൺ താലി കെട്ടുന്ന കാഴ്ച അത് നീ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ മനോഹറിനെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് വരുൺ നിതയുടെ കഴുത്തിൽ താലി കെട്ടുക. അപ്പോൾ കല്യാണി അടക്കം എല്ലാവരും വലിയ സന്തോഷത്തിൽ നിന്ന് ആ ഒരു ശുഭമുഹൂർത്തം അതവിടെ അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മനോഹറാണെങ്കിൽ വലിയ നിരാശയിൽ നിൽക്കുക. ഇവിടുന്ന് രക്ഷപ്പെടാനും പറ്റില്ല. രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവളുമാരൊക്കെ കൂടി തൻ്റെ കൈയും കാലും തല്ലി ഒടിക്കുമല്ലോ ഭഗവാനെ എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ മനു അങ്ങനെ നിൽക്കുമ്പോൾ വരുണിൻ്റെ കയ്യിലേക്ക് നിതയുടെ കൈ ചേർത്ത് വെച്ച് അവരുടെ അച്ഛൻ നമ്മുടെ നിതയെയും വരുണിനെയും അനുഗ്രഹിക്കുക. അപ്പം മനോഹർ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതും നിഷ പറഞ്ഞു, എടാ നീ കാരണം എത്ര പെൺപിള്ളേരാടാ സങ്കടപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടും ഇപ്പം നിനക്ക് ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടോ? ഇല്ലല്ലോ. നീ ഇനി ഒരുപാട് അനുഭവിക്കാനുണ്ട്. ഇപ്പം കിട്ടി ഈ തല്ലിൻ്റെയൊക്കെ വേദന മാറിയതിന് ശേഷം മാത്രമേ നീ അടുത്ത ചെറ്റ പരിപാടിക്ക് ഇറങ്ങുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് മനോഹറെ. അപ്പോൾ കല്യാണിയാണെങ്കിലോ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ദേ ഇവിടെ എല്ലാവരും നിനക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുമായിരുന്നു. അല്ല മോനെ, നീ ആ 7 കോടിയുടെ ചെക്ക് ഉടനെ തന്നെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യണേന്ന് വരുണിൻ്റെ അച്ഛൻ പറഞ്ഞതും മനോഹറിന് ഒരു അടികൂടി കിട്ടിയ ഫീലിൽ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നിത പറഞ്ഞു, അല്ല അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാവും? പോവല്ലേ, ഒരു കാര്യമുണ്ട്.
അങ്ങനെ മനോഹറിൻ്റെ നേർക്ക് നേർ നിന്ന് നിതയാണെങ്കിലോ അവൻ്റെ കരണം നോക്കി ഒരടി അങ്ങ് വെച്ചു കൊടുത്തു. ഇറങ്ങിപ്പോയിക്കോണം ഇവിടുന്ന്. അല്ല, വേണമെങ്കിലും സദ്യ കഴിക്കാം. ഇവനെ പോലെ നാണം കെട്ടവന്മാരൊക്കെ ചിലപ്പോൾ സദ്യ കഴിക്കാനും നിന്നെന്ന് വരാം. അങ്ങനെ മനോഹർ കലി പൂണ്ട് ആ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുക. അപ്പം ശാരിയാണെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇനി ഇവിടെ നിന്ന ഇവരെല്ലാവരും കൂടെ തൻ്റെ മെക്കിട്ട് കയറുമെന്ന് മനസ്സിലാക്കി അവളും നമ്മുടെ മനുവിൻ്റെ പിന്നാലെ ഇറങ്ങി. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ ശാരി പറഞ്ഞു, അതെ, ഇതുപോലൊരു നാണം കെട്ട ജീവിതം ശരിക്കും പറഞ്ഞാൽ നിനക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ പെൺപിള്ളേരെല്ലാവരും കൂടെ നിന്നെ പട്ടിയെ തല്ലുന്ന പോലെ അല്ലേടാ തല്ലിയത്. എന്നിട്ടും നിനക്ക് വല്ല മാറ്റവും ഉണ്ടോ? തള്ളേ, ഇവിടുന്ന് പോയിക്കോണം. എനിക്ക് ദേഷ്യം വന്ന് നിൽക്കുക. എൻ്റെ സ്വഭാവം നിങ്ങൾ മാറ്റരുത്. നിങ്ങൾ വലിയ രീതിയിൽ അങ്ങ് സംസാരിക്കുന്നുണ്ടല്ലോ. ഇനി ഞാൻ ആലോചിക്കാം നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോകണമെന്ന്. അങ്ങനെ ഇവൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശാരി പറഞ്ഞു, നീ ഇനി പെട്ടെന്നൊന്നും എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോവില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാടാ. നിന്നെപ്പോലെയുള്ള ഒരു നശിച്ചവൻ എൻ്റെ മോളുടെ ജീവിതത്തിൽ വന്നു പെട്ടു. എൻ്റെ മോളുടെ കാലക്കേട് ഞാൻ അങ്ങനെ അതിനെ കരുതുന്നുള്ളൂ. എന്തായാലും നിന്നോട് സംസാരിച്ചിട്ട് ഇനി പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് ശാരി അവിടുന്ന് പോയതും വാടകയ്ക്ക് നമ്മുടെ മനോഹർ കുറച്ച് ആൾക്കാരെ എടുത്തല്ലോ. അവർ മനുവിൻ്റെ അടുത്തേക്ക് വരിക. അതെ, ഇപ്പം കല്യാണം കലങ്ങിയതൊക്കെ ഓക്കെ, പക്ഷേ ഞങ്ങൾക്ക് തരാനുള്ള പൈസ അത് ഞങ്ങൾക്ക് ഉടനെ കിട്ടണം, അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. ഇങ്ങനെ ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്നാലെ നടക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇപ്പം നല്ലൊരു സദ്യ വേസ്റ്റ് ആയിരിക്കുന്നത്, അതുകൊണ്ട് ആ സദ്യയുടെ പൈസയും കൂടി നിങ്ങൾ തന്നെ തരേണ്ടി വരും. ഇത് കേട്ടതും മനോഹറാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ, ദേ ചേട്ടാ, ചുമ്മാ കളിക്കാൻ നിൽക്കല്ലേ. നീ ആരേടാ ചെറുക്കായി പേടിപ്പിക്കുന്നേ? ഇത്രയും പെൺപിള്ളേരുടെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ടിട്ട് നീ ഞങ്ങളുടെ അടുത്ത് വന്ന് എന്ത് വെല്ലുവിളി പറയാനാ? അതുകൊണ്ട് മര്യാദക്ക് കാശുതാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചില കൈക്രിയകളൊക്കെ ചെയ്യേണ്ടി വരും. ഇത് കേട്ടതും മനോഹറാണ് സമനില തെറ്റിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു, വാ എൻ്റെ പിന്നാലെ വാ, നിനക്കൊക്കെ തരാനുള്ളത് തന്നിട്ട് മാത്രമേ ഇനി ഞാൻ നിന്നെയൊക്കെ വിടുകയുള്ളൂ. അങ്ങനെ അവരെയും കൂട്ടി നമ്മുടെ മനോഹർ അവിടുന്ന് പോകുമ്പം ശാരിദ പതിയെ വീട്ടിലെത്തി. ശാരിയെ കണ്ടതും ബഗാസുരൻ, എടി അവൻ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് അവൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയോ? അവൻ്റെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിക്കുക. കല്യാണമൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നു. പക്ഷേ അവൻ്റെ അല്ല, അവൻ അവളുമാരെല്ലാവരും കൂടി ചേർന്ന് അവന് 16ൻ്റെ പണി കൊടുക്കുകയായിരുന്നു. എൻ്റെ ശാരി, നീ എന്താ ഈ പറയുന്നത്? നീയൊന്ന് തെളിച്ചു പറ. എൻ്റെ മനുഷ്യ, ഇത്രയും കാലവും ഞാൻ വിചാരിച്ചത് നിങ്ങൾ മാത്രമാണ് മണ്ടനെന്ന. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായി, നിങ്ങളേലും വലിയ മണ്ടനാണവൻ. ഭയങ്കര ബുദ്ധിരാക്ഷസം കളിയല്ലായിരുന്നോ? അവൻ വെറും മണ്ടനാണെന്നുള്ളത് ഇന്ന് എനിക്ക് തെളിവായി. എന്തായാലും അവരാരെയും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ആ വന്ദനയായിട്ട് വന്നത് വരുൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അവൻ അന്തസ്സായിട്ട് അവൻ സ്നേഹിച്ച പെണ്ണിൻ്റെ കഴുത്തിൽ താലിയും കെട്ടി ഇവനെ കല്യാണിയും കൂട്ടരും ഒക്കെ കൂടി കൈകാര്യം ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് നമ്മുടെ രാഹുലിന് കിട്ടിയ ആ ഒരു പണി അത് പുള്ളിക്കാരന് മനസ്സിലാവുന്നത്. അപ്പോൾ കല്യാണിയായിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് നമ്മുടെ രാഹുൽ മനസ്സിലാക്കുമ്പോൾ ശരിക്കും നമ്മുടെ ശാരു പറഞ്ഞു, ഇനി ഒരു കാരണം വെച്ചാലും നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് അവൻ പോകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ആ വീട്ടുകാർ 7-8 കോടി കൊടുത്തെന്നാണല്ലോ മനോഹർ പറഞ്ഞത്. എൻ്റെ പൊന്നു മനുഷ്യ, ആരെങ്കിലും ഈ പെരുങ്കള്ളന് അത്രയൊക്കെ കൊടുക്കുമോ? അതൊക്കെ വെറും തട്ടിപ്പായിരുന്നു. ഇനി നമ്മുടെ മോളുടെ സ്വർണവും പണവും ഒക്കെ പോകാണ്ട് നോക്കേണ്ടത് നമ്മുടെ ആ ഒരു ഉത്തരവാദിത്വമാണ്. അതെങ്ങനെയാണ്? അവനെന്താ വേണ്ടേന്ന് ചോദിച്ചുകൊണ്ട് നടക്കുകയല്ലേ. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മരുന്നിൻ്റെ ബാക്കി പിടിക്കുക. കുറച്ച് കാലവും കൂടി അവൻ ഈ വീട്ടിലുണ്ടാവും. അതും നിങ്ങളവന് കൊടുക്കാമെന്ന് പറഞ്ഞ ആ കോടികൾ കിട്ടുന്നത് വരെ മാത്രം. അതുവരെ അവനെ ഇനി സഹിക്കണമല്ലോ എന്ന് നമ്മുടെ ശാരി പറയുക. അപ്പം ഈ സമയമാണെങ്കിൽ നമ്മുടെ മനോഹർ കല്യാണിക്കെതിരെ തിരിയാനായിട്ട് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഒരു കടപ്പുറത്ത് നമ്മുടെ ഗംഗാപ്രസാദിനെയും കാത്തു നിൽക്കുന്ന ആ ഒരു രംഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഓക്കേ.